ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാംഗ്ലൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയ സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ അല്ല കേട്ടോ. ഞാൻ കുറേ അധികം ആൾക്കാരോട് ഒരു മോളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മോളുടെ അമ്മ എന്നെ ഫസ്റ്റ് വിളിച്ചപ്പം എന്നെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തപ്പോഴും മിനിയാന്ന് വെളുപ്പിനെയാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു ദിവസം വെളുപ്പിനെയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചി. അപ്പോഴും എന്നോട് പറഞ്ഞത്, സിന്ധു, കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല, കുഞ്ഞിനെ കിട്ടത്തില്ല, മോളുടെ കാര്യം അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. എൻ്റെ കുഞ്ഞിനൊന്നും വരരുതേ, കുഞ്ഞിനെ കിട്ടിയാലെന്നാണ് സിന്ധു പറഞ്ഞത് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ എൻ്റെ ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഈ ഡിസംബർ 13 കുഞ്ഞിന് ഡേറ്റ് പറഞ്ഞിരുന്നത് പ്രസവത്തിന്. അപ്പോൾ അത്രയും വരെ വയറ്റിലിട്ട് പൊന്നും ഉണക്ക് നോക്കിയതല്ലേ ആ മോള്. അപ്പോൾ എനിക്ക് എന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, ഒരു കുഴപ്പവും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സമാധാനിച്ചു. പക്ഷേ നമ്മുടെ രാജ്യമല്ല, നമ്മുടെ ഇന്ത്യ വിട്ടുപോയി, അല്ലെങ്കിൽ നമ്മുടെ കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ നാട്ടിലും ഓരോ റൂൾസും കാര്യങ്ങളും ഇപ്പം ന്യായങ്ങളും ഒക്കെ ഉണ്ടല്ലേ. അപ്പം ഒരു പരിധി വരെ ആ മോളുടെ അവസ്ഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. അവൾക്ക് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. മോൾ ഓക്കെ ആയി വരുന്നു. എന്നാ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാലും സർജറി ചെയ്താണ് എടുത്തത്. ആ മുറിവിൻ്റെ പെയിനെക്കാട്ടി വലിയ പെയിനായിരിക്കും അവളുടെ മനസ്സിന്, അല്ലേ? നമ്മളൊക്കെ പ്രസവിച്ച അമ്മമാരാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും എത്ര കണ്ട് ആ കുഞ്ഞ് വേദനിക്കുന്നുണ്ടായിരിക്കുമെന്ന്. അപ്പം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടായി പോയി. പിന്നെ തമ്പുരാൻ്റെ തീരുമാനമാണ് ഓരോ കാര്യങ്ങളും, അല്ലേ? പ്രത്യേകിച്ച് നമുക്ക് ഓരോ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് അതൊക്കെ തമ്പുരാൻ്റെ തീരുമാനമാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ചേച്ചി അന്നേരം പറഞ്ഞപ്പോഴേ ഫസ്റ്റ് എന്നോട് പറഞ്ഞതാണ്, നമുക്ക് കുഞ്ഞിനെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്കാനിങ് ചെയ്ത് നോക്കി കുഞ്ഞിനെ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കുറച്ച് എന്തോ ടാബ്ലറ്റൊക്കെ കൊടുത്തു വിട്ടു. പിറ്റേ ദിവസം അവരുടെ 10 മണി ടൈമിൽ ചെല്ലാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അന്നും അവർ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രസവം നടക്കാനായിട്ട് എന്തോ മരുന്ന്, പെയിൻ ഉണ്ടാകാൻ വേണ്ടി മരുന്നൊക്കെ കൊടുത്തു എന്നാണ് പിറ്റേ ദിവസം പറഞ്ഞത്. പക്ഷേ അന്നും പെയിനൊന്നും വരാതിരുന്നപ്പോൾ അവർ വീട്ടിൽ കൊച്ചിനെ മരുന്നൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. എന്നിട്ട് പിറ്റേ ദിവസമാണ് സർജറി. അതായത് ഇന്നലെ നമ്മുടെ ഇവിടുത്തെ രാത്രിയിൽ വൈകിട്ട് 7 മണിക്കോ ആ ഒരു ടൈമിനെങ്ങാണ്ടായിരുന്നു സർജറി പറഞ്ഞിരുന്നത്. 7 മണിയൊക്കെ ആയപ്പോഴൊക്കെ ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടോ, സിന്ധു ഇപ്പം സർജറിക്ക് കയറ്റുമോ, പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ കരുത് അമ്മയും കുഞ്ഞിനെ ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടുമെന്ന് കേട്ടോ. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റത്തുള്ളൂ, അല്ലേ? എന്തായാലും കുഞ്ഞിനെ അവർക്ക് കിട്ടിയില്ല, നഷ്ടപ്പെട്ടു പോയി. മോള് കുഴപ്പമില്ലാണ്ട് ആയി വരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിനെ, ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞത് അവൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്. വേദനയ്ക്കൊക്കെ 6 മണിക്കൂർ ഇടവിട്ട് പെയിൻ കില്ലറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ടൊരു വിഷമമായിപ്പോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി 9:30 ആയപ്പോഴത്തേക്കുമാണ് ചേച്ചീനെ വിളിച്ചിട്ട്, സിന്ധു ഇങ്ങനെ പോയി, കുഞ്ഞു പോയി എന്നുള്ളത് പറയുന്നത്. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു സംഭവമാണ്. കാരണം വയറ്റിൽ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടായി 2 ദിവസം വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഹൃദയമിടിപ്പ് കൂടെ നിന്നു പോകുന്ന ഒരു അവസ്ഥയാണ്, അല്ലേ? അപ്പോൾ അവിടുന്ന് അവളെ ദൈവം കാത്തു പരിപാലിച്ചിട്ടുണ്ട്. തമ്പുരാൻ ഇനിയും കുഞ്ഞുങ്ങളെ കൊടുത്തോളും. ദൈവത്തിന് സാധ്യമായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചതിനൊക്കെ ഒത്തിരി നന്ദി. പക്ഷേ കുഞ്ഞിനെ കിട്ടിയില്ല. മോള് ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നു. ഇനി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ മോക്കിത് തരണം ചെയ്ത് ഉൾക്കൊണ്ട് പോകാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിനകത്തൊരു വേദനയും വിഷമമായിരുന്നു കേട്ടോ. ഉറങ്ങാനേ പറ്റുന്നില്ല, ചേട്ടാനെ ഉറക്കുന്നില്ല. ഇങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു എനിക്ക്. അപ്പം ആ മോളുടെ അമ്മേൻ്റെയും അച്ഛൻ്റെയും ആ മോളുടെയും ആ മോളുടെ ഹസ്ബൻഡിൻ്റെയും ഒക്കെ അവസ്ഥ എന്നായിരിക്കും. നമ്മൾ തന്നെ പറഞ്ഞേ, ഇങ്ങനെ ഈ യൂട്യൂബിലൂടെ കണ്ട് പരിചയപ്പെട്ടത് സ്വന്തം അനീതിക്കുട്ടി അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ചേച്ചി അവർ. അപ്പം എനിക്ക് ഇത്രയും ഒരു പെയിൻ എൻ്റെ മനസ്സിലും ഹൃദയത്തിലൊക്കെ ഉണ്ടായപ്പോഴേ അവരുടെ അവസ്ഥ എന്നായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും താങ്ങാനായിട്ട് ആ മോനാണെങ്കിലും കുഞ്ഞിനെ നഷ്ടപ്പെട്ട അത്രയും ചങ്ക് നീറിയായിരിക്കും. കരയാൻ പറ്റുമോ? ആരെങ്കിലും അടുത്തുണ്ടോ? കൂടപ്പുറപ്പുറോ പേരൻസോ ആരെങ്കിലും അടുത്തുണ്ടോ? ഇല്ല, അല്ലേ? അപ്പം അവർ രണ്ടുപേരും ഒറ്റപ്പെട്ട അവർക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ കാണും. ഇതല്ല എന്നാലും സ്വന്തം അച്ഛനോ അമ്മയോ ഒന്നുമില്ല, കണ്ടെത്തോ ദൂരത്ത് എന്തേരം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, എന്തേരം വേദന അനുഭവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ആ മോനാണേലും ആ മോക്കാണെങ്കിലും അവരുടെ 2 ഫാമിലിക്കൊക്കെ ആണെങ്കിലും സഹിക്കാനായിട്ടുള്ള ഒരു ശക്തി കൊടുക്കാനായിട്ട് നിങ്ങളെല്ലാവരും
പ്രാർത്ഥന വേണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരോടും ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കുകയാണ്. പിന്നെ രാവിലെ എണീറ്റു, ചേട്ടായി ഈ കടയിൽ പോയി. എനിക്ക് ഇന്നലെ മുതൽ തൊഴിലുറപ്പ് തുടങ്ങിയായിരുന്നു. ഞാനപ്പോൾ തൊഴിലുറപ്പിന് കാലിൻ്റെ നഖം ഇതായതുകൊണ്ട് ഈ പ്രാവശ്യം കൂടെ ഇറങ്ങണ്ടെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ ഇരുന്നാൽ എന്തെങ്കിലും അത്രയും ഒരു ഭയങ്കര ഒരു സങ്കടവും ടെൻഷനും ഒക്കെ. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ കാലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, തൊഴിലുറപ്പിന് പോവുകയാണെങ്കിൽ നമ്മൾ വേറെ ഉള്ള മൈൻഡിലോട്ട് പോകുമല്ലോ, വേറെ ഇതിലോട്ട് പോകുമല്ലോ. അപ്പം ഞാൻ പോവുക ചേട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ തൊഴിലുറപ്പിന് പോകാമെന്ന് വിചാരിച്ച് തുടങ്ങുവാണ്. അതിന് വേണ്ടിയിട്ട് രാവിലെ അപ്പം കുറേ ഇതിപ്പം ഞാൻ എന്നാ പറയാമെന്ന് കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ എൻ്റെ യൂട്യൂബിൻ്റെ ഇതിനകത്ത് കുറേ ഇത് വന്നിട്ടുണ്ട്. സിന്ധുമേ എങ്ങനെയായി ആ മോക്കും കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ കേട്ടോ പറഞ്ഞു. പക്ഷെ കുഞ്ഞിനെ ദൈവം എടുത്തുകൊണ്ട് പോയി. ആ മോക്ക് വേണ്ടി ഇനി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പറയാൻ ഇതായത്. ഇത് വീഡിയോക്കകത്ത് പറഞ്ഞേക്കാം. ഇന്നിപ്പം ഞാൻ ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ഇടുമല്ലോ. ഇടുമ്പോൾ അതിനടിയിലോട്ടാണെങ്കിലും കമൻസൊക്കെ വരും, എങ്ങനെയുണ്ട് ആ മോക്കും കുഞ്ഞിനും അവർ സേഫായിട്ടിരിക്കുന്നോ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ. അപ്പം എന്നാ ചെയ്യാനാ, ഒന്നും പറഞ്ഞിട്ട് അല്ല. പിന്നെ ഇന്നലെ എൻ്റെ യൂട്യൂബിൽ വാട്സപ്പിനകത്ത് വേറൊരു മോണിറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ കൂടെ തന്നെ ഞാൻ കടന്നു പോയതാ സിന്ധുമേ. ഇപ്പം 3 മാസമായതേ ഉള്ളൂ. ഇതേപോലെ തന്നെ സർജറിയൊക്കെ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോയതാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോളുടെ വോയിസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് സിന്ധുമയുടെ ഇത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മോളൊക്കെ ആണെങ്കിലും ഒത്തിരി പ്രതീക്ഷയോടെ കുഞ്ഞിനെ എങ്ങനെ ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നലെ കുറച്ച് പിന്നെ സംഘത്തിൻ്റെ വാർഷികത്തിനൊക്കെ പോയി മനസ്സൊക്കെ ഒന്ന് സന്തോഷിച്ച് വന്ന് രാത്രി ചേട്ടായും വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 9-9:15 ആയപ്പോഴത്തേക്കുമാണ് ചേച്ചി ഇങ്ങനെ പറയുന്നത് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം. അന്നേരം പോലെ ഒരു ആദ്യം വെപ്രാളമാണ്. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റിട്ടാണെങ്കിലും ഒന്നും ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നും തോന്നുന്നില്ല. എന്നിട്ട് പിന്നെ ചേട്ടായി പറഞ്ഞു തൊഴിലുറപ്പിന് പോകണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നിനക്കിതാവുക സിന്ധു പോകണ്ട, കാലും ഇതല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പോയേക്കാന്നൊക്കെ ഓർത്തുകൊണ്ട് അപ്പോൾ ഒക്കെ ഉണ്ടാക്കി. പക്ഷേ എനിക്ക് എൻ്റെ തൊണ്ടയുടെ താഴോട്ട് പോകാൻ പറ്റുന്നില്ല. എനിക്കറിയത്തില്ല, എനിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ചോറിനാൻ വേണ്ടി ഇറങ്ങി വന്നേക്കുന്നതാണ് കേട്ടോ. ഇതേണ്ടേ. അപ്പോൾ ഫസ്റ്റ് തന്നെ കോഴിക്കൂട്ടി പോയി കോഴിക്ക് ഇച്ചിരി തീറ്റിയിട്ട് കൊടുത്ത് മുട്ടയെ എടുത്തു. 2 എണ്ണവും മുട്ടയിടാൻ തുടങ്ങി കേട്ടോ. ഇന്ന് മുതൽ ഒരെണ്ണം കൂടി ഇടാൻ തുടങ്ങി. അവളുടെ വയ്യാഴിയൊക്കെ മാറി. പിന്നെ എന്നാ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുപോകും, അതാണിത് കേട്ടോ. ഒരു കുപ്പി വെള്ളം ഞാൻ കൊണ്ടുപോകും. വെള്ളം ഭയങ്കരമായിട്ട് ദാഹിക്കല്ലേ. അയ്യോ ഭയങ്കരമായിട്ട് തറവുള്ള സ്ഥലമാണ്. ഭയങ്കര പാടായിരുന്നു ഇന്ന്. ശരിക്കും മടുത്തു. മുഖമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും മടുത്തു. പക്ഷേ വീട്ടിലിരിക്കുന്നതിലും നല്ല ഇച്ചിരി സമയം ഒരു ഇതാവുമല്ലോ എന്നോർത്ത് പോയതാട്ടോ. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് കയറണം. കുമാരി ചേച്ചി ആവുമെന്ന് പോകുന്നു പറഞ്ഞു. പോണ്ട ഇവിടെ നിൽക്കുക അവിടെ നിന്ന് കഴിക്കാമെന്ന്. ഞാൻ ഓർത്ത് വരുവാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇച്ചിരി സമയം ഒരു ഇതാകും. അതല്ലേ ഞാൻ ചോറ് കഴിക്കുന്നില്ല. അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ. ചെന്നിരുന്നിട്ട് ഞാൻ ചോറുണ്ടാതിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാനെനിക്ക് ഇറങ്ങിപ്പോന്നു. ഞാനിപ്പോൾ എന്തെങ്കിലും പിന്നെ ഇച്ചിരി സാലഡ് മാതിരിയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഏത്തയ്ക്കാപ്പഴം ഇരിപ്പുണ്ട്, പഴവും ഒരെണ്ണം കഴിച്ചിട്ട് കയറിപ്പോവും. തൊഴിലുറപ്പ് പോയിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഇന്ന് ശരിക്കും കഷ്ടപ്പാട് പിടിച്ച പണിയായിരുന്നു. ഭയങ്കര പുല്ലും കളയും, ഭയങ്കര പാട് പിടിച്ച സ്ഥലമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർ ഒരു 10-20 വർഷമായിട്ട് ആ പറമ്പിൽ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരുന്ന. എന്നിട്ട് പശുവിനെയൊക്കെ കെട്ടി ഇങ്ങനെ എന്നാ പറയുന്നത് തറഞ്ഞു കിടന്ന ഒരു സ്ഥലം. ഭയങ്കര കളയും. മണ്ണൊക്കെ ആണെങ്കിൽ കണ്ടത്തിലെ മണ്ണ് മാതിരി ഭയങ്കര പാടെന്ന് വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. ചേട്ടന്മാർ തന്നെ മടുത്തു പോവുക. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യം പറയണം. പിന്നെ പോയില്ലേ എന്നോർത്തുകൊണ്ട് പണിയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെന്ന്. എന്തായാലും ഉച്ചവരെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ചോറിനാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം ചോറൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ എനിക്ക് കഴിക്കാനായിട്ടൊന്നും ഒരു മനസ്സ് തോന്നുന്നില്ല. അപ്പം ഞാൻ കുക്കമ്പർ എടുത്ത് പിന്നെ പുറത്ത് വെച്ചിട്ട് പോകാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഇത് തണുത്തിരിക്കുമല്ലേ. ഇപ്പോൾ ഈ ഇത്ര നേരം നമ്മൾ വിയർത്തിട്ട് വന്നിട്ട് അത് കഴിക്കുമ്പോഴത്തേനും ചിലപ്പം എനിക്ക് ഒന്നുകൂടെ തുമ്മലും ചീറ്റിലും ഒക്കെ കൂടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്ക് കോവയ്ക്ക ഇഷ്ടമാണ്. ഇന്ന് രാവിലെ വെളുപ്പിനെ തിന്നാൻ വേണ്ടി ഇന്നലെ ചേട്ടായി പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നപ്പം ഞാൻ 2 പുറത്ത് വെച്ചിരുന്നത്. എന്നാന്ന് വെച്ചാൽ കൊളസ്ട്രോളിനൊക്കെ പച്ചക്കോവയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ അത് രാവിലെ അത് കഴിച്ചില്ല. ഇപ്പം നമുക്ക് രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് പോയത്. ഒരു 10-11 ആയപ്പോഴത്തേനും വെട്ടുകളെ കളച്ചപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുപോയായിരുന്നു, വെള്ളം കുടിച്ചു. അപ്പോൾ ഇപ്പം ഞാൻ ഓർക്കുന്നത് ഈ കോവയ്ക്കായും കഴിക്കാം, പഴവും കഴിക്കാമെന്ന് വിചാരിച്ചു. ഏത്തപ്പഴം ചേട്ടായി മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, അതും കഴിക്കാമെന്ന് വിചാരിച്ചു. വെള്ളവും ചോറൊക്കെ ഇരിപ്പുണ്ട്. എനിക്ക് ചോറൊന്നും കഴിക്കാൻ ഒന്നാമത് ഞാൻ ചോറ് ഉണ്ണുന്നില്ല ഉച്ചയ്ക്കൊക്കെ. പക്ഷേ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ ആണെങ്കിലും ചുട്ടത് അവിടെ ഇരിക്കുക. പക്ഷെ എനിക്ക് തിന്നാൻ തോന്നുന്നില്ല. നല്ല ചേട്ടായി പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ വൈകിട്ട് എടുത്ത് വെച്ചതാണ് ഇതൊക്കെ. രാവിലെ അവിയലുണ്ടാക്കാമെന്ന് നേർത്തുണ്ട്. രാവിലെ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ട് പോയി. കറി ഒന്നും ചെയ്തില്ല. എണീറ്റിട്ട് ഇങ്ങനെ ചടഞ്ഞിരുന്ന്.
അയ്യോ ഒന്നും പറയണ്ട. അപ്പോൾ ഇപ്പം ഞാൻ ഓർത്തെന്നാൽ ഇത് എന്നാൽ ഇരിഞ്ഞ് വേവിച്ച് വെച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ട് പോവുകയാണല്ലേ 2 മണിയാകുമ്പോഴത്തേനും ചെന്നാൽ മതി. നമ്മൾ ഇനി മുകളിൽ കയറി അപ്പോഴത്തേനും പെട്ടെന്ന് ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഓർത്തെന്നാൽ അങ്ങ് ചെയ്തേക്കാം. അവിയൽ വെക്കാൻ പോകാം. അപ്പോൾ ഇവനെയൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഫുഡ് പഴം കഴിച്ചപ്പോൾ എനിക്ക് വിശപ്പ് പോയി. വെള്ളം കുടിച്ചു. ഭയങ്കരമായിട്ട് ഇതായിരുന്നു, ചൂടേ, മഴക്കാറാണ്. പിന്നെ എന്നാ പറഞ്ഞത്, ഇതില്ല, വെയിലില്ലായിരുന്നു, പക്ഷെ ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് കുറേ വെള്ളം, ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയി, അതും കുടിച്ചു. വന്ന് കയറിയതേ കുറേ വെള്ളം കുടിച്ചു. പിന്നെ പഴമൊക്കെ കഴിച്ചപ്പോൾ ഇപ്പം വിശക്കൊന്നുമില്ല. അതുകൊണ്ട് അതൊക്കെ മതി. അപ്പോൾ നമ്മൾ ഇവനെ ഒന്ന് റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിട്ട് പോവുകയാണെങ്കിലേ പിന്നെ വന്ന് കഴിയുമ്പോൾ അത്ര എളുപ്പമുണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേനും ശരിക്കും ഇന്ന് ശരിക്കും മടുത്തു. ഇന്നലെ എന്നാ തൊഴിലുറപ്പിന് എല്ലാഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം അറിയായിരുന്നു കേട്ടോ. നീ എന്നാ വരാഞ്ഞെന്ന് ചോദിച്ചോണ്ട് ഞാൻ ഈ പ്രാവശ്യം കൂടെ എന്നാണ്ട് ഒരു 15 ദിവസം കൂടെ കാലം വെച്ച് പോകുന്നില്ലെന്നൊക്കെ വിചാരിച്ചാൽ ഇന്ന് ഒത്തിരി പേര് നമ്മുടെ ചേച്ചി അങ്ങനെ കുറേ ചേച്ചിമാർ മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാല് ശ്രദ്ധിക്കണേ, സോക്സ് ഇട്ടുകൊണ്ട് പോകണേ, കെട്ടി വെച്ചുകൊണ്ട് പോകണേന്നൊക്കെ. ഞാൻ കെട്ടി വെച്ചിട്ട് മരുന്നൊക്കെ വെച്ച് കെട്ടി വെച്ചു. ഇന്നലെ മിനിയാന്ന് ഞാൻ മരുന്ന് കെട്ടി വെച്ചു. ഇങ്ങനെ ഐസ് തന്നെ വെച്ചുകൊണ്ട് കിടപ്പായിരുന്നു, കാരണം ഉണങ്ങി. അപ്പോൾ വേദനയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മരുന്നൊന്നും വെച്ചില്ലായിരുന്നു ഇന്നലെ മിനിയാന്ന്. പകലെല്ലാം ഞാനിങ്ങനെ ഇതിന് വാർഷികത്തിനൊക്കെ പോയപ്പോഴാണേലും കെട്ടിയൊന്നും വെക്കാതാണ് പോയത്. അപ്പോൾ ഇന്ന് രാവിലെ മരുന്നൊക്കെ വെച്ച് കെട്ടി വെച്ചുകൊണ്ട് പോയി. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ചെറിയൊരു പുകച്ചിൽ ഉണങ്ങി. നമ്മളിങ്ങനെ കെട്ടി വെക്കുമ്പോഴത്തേനേ ആവി എടുക്കുമല്ലേ, വിയർക്കുമല്ലേ. തുണി വെച്ച് മരുന്ന് വെച്ച് കെട്ടിയിട്ട് പുറത്തവിടെ ചിലപ്പോൾ പ്ലാസ്റ്റിക്കും കൂടെ വെച്ച് കെട്ടി വെച്ചു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ വന്ന് അഴിച്ച് കാല് കഴിയുമ്പോൾ നനയും. ഇത്രയും ദിവസമായിട്ട് നനച്ചിട്ടില്ലായിരുന്നു. ബാത്റൂമിലാണെങ്കിലും കാല് പൊക്കി വെച്ചിരുന്നായിരുന്നു കുളിക്കുന്നതൊക്കെ. അപ്പോൾ ഇന്ന് കാല് അപ്പടി ചെറിയായില്ലേ, അപ്പോൾ കഴുകിയപ്പം നനഞ്ഞു. അതുകൊണ്ടാണോ അതിൻ്റെ കുഞ്ഞി പോച്ചിലൊക്കെ ഉണ്ട്. സാരമില്ല, ഒന്നും സാരമില്ല, കരിഞ്ഞല്ലോ. ഇനിയിപ്പം തുറന്ന് വെച്ചേക്കുക. ഞാൻ മരുന്ന് വെച്ച് തുടച്ചിട്ടേ ബെറ്റാൻ്റെ ലിക്വിഡൊക്കെ വെച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഇപ്പം കെട്ടാതിരിക്കുക. ഇനി പോകുമ്പം അടുത്ത ഇത് കെട്ടിക്കൊണ്ട് പോവാം. രാവിലെ കെട്ടിയത് ഇപ്പം കാല് കഴിയുമ്പോൾ നനഞ്ഞു പോയി. ചിലർ പറയും കേട്ടോ സവോള ചേർക്കത്തില്ല, കുഞ്ഞുള്ളിയെ ചേർക്കത്തുള്ളൂ. ഇവിടെ ഞാൻ സവോളയും ചേർക്കും കേട്ടോ. എല്ലാ പച്ചക്കറിയും ഉള്ള എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ ചേർക്കും. ഇനിയിപ്പം വെള്ളരിക്കയൊന്നുമില്ല. ചേനയുണ്ട്, ചേമ്പുണ്ട്, കപ്പളങ്ങ ഉണ്ട്. വെള്ളരിക്കയ്ക്ക് പകരം കപ്പളങ്ങ ഇടാം അല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ ചേർന്നിട്ട് എനിക്ക് ചേന ചെത്തുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ചൊറിയും. അതൊരു പ്രശ്നമാണ്. നിങ്ങളെയൊക്കെ ചൊറിയുമോ ചേന ചെത്തുമ്പോഴേ? ഞാൻ കൂടൊക്കെ ഇട്ട് വലിയ രീതിയിലൊക്കെയാണ് ചെത്തുന്നതും മുറിക്കുന്നതും ഒക്കെ. പക്ഷേ അത് തിളച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിലങ്ങ് മാറും അടുപ്പ് വെച്ചാൽ. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ചേനയുടെ പരിപാടി ചെയ്യത്തുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം മാത്രം. അപ്പോൾ ഇവനെല്ലാം ഒന്ന് റെഡിയാക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കഷ്ണം ഇവിടെ എന്തെന്ന് തോന്നുന്നു കേട്ടോ. പോകാറാവുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ചെയ്ത് വെച്ചിട്ടങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു. ഇനി വേവിച്ചെല്ലാം പീസാക്കി വെച്ചിട്ട് ചിലപ്പോൾ ചേനയൊക്കെ വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. ഞാൻ എല്ലാം കൂടെ വെന്തു ഒന്ന് അറിയാൻ മതിയല്ലോ. അപ്പോൾ ദേ എല്ലാം കൂടെ അരച്ച് ഒതുക്കി വെച്ചു. അതെല്ലാം കൂടെ നമുക്ക് നടുക്കൂട്ടി ഇട്ട് കൊടുക്കാം. അവിയലിൻ്റെ മെയിൻ സാധനം വെളിച്ചെണ്ണയും തേങ്ങയും കറിവേപ്പിലയാണ്. അല്ല അരപ്പിനകത്തെ മെയിനായിട്ടുള്ളത്. അരപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കുത്തിയും കൂടെ വെക്കാം. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അരപ്പും കൂടെ ഒന്ന് വെന്തോട്ടെ. ചേന വെന്തോ? ചേന ഇച്ചിരി കൂടെ വേകാനുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ ആയിക്കോളും ആവി കയറുമ്പോഴത്തേക്കും. ഈ അരപ്പൊന്ന് ആവി കൂടെ കയറി കഴിയുമ്പോൾ ലേശം വെളിച്ചെണ്ണയും ഇച്ചിരി തൈരോടെ ഒഴിച്ചിട്ട് ഇറക്കിയിടും. അപ്പോൾ നമ്മുടെ വെടിക്കെട്ട് അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിട്ടുന്ന സമയം വെച്ച് നമ്മുടെ പണികൾ ചെയ്യാൻ നോക്കിയാൽ നമുക്ക് എല്ലാ പണിയും ചെയ്യാനായിട്ടുള്ള സമയം കിട്ടും എന്നുള്ളതിൻ്റെ വന്നിട്ട് പോകാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് കേട്ടോ. എന്താണ്ടേ കാല് പിന്നെ രണ്ടാമതും ഇപ്പം കെട്ടിയിരുന്നത്. നമ്മൾ രാവിലത്തേത് അഴിച്ച് കളഞ്ഞിട്ട് ഇപ്പം നീറ്റാക്കി വീണ്ടും കെട്ടി ഇനി കയറിപ്പോട്ടെ. ഞങ്ങളിവിടെയാ പണിയുന്നത്. എന്നോ ഭയങ്കര കളയും പള്ളയാന്ന് കണ്ടോ വീഡിയോ. ആരെയാ കാണിക്കുന്നത്? അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്തത് ഇവിടെയാണ് കേട്ടോ. കണ്ടോ ഇങ്ങനെ ഒരുക്കി തട്ട് തിരിച്ച് വെക്കണം. അത് താഴെ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതേ ഓണക്കത്തെ കളയാ വെട്ടിപ്പറിക്കേണ്ടത്. എന്നാ പാടാന്നറിയോ? അയ്യോ നാളെയൊക്കെ ഇനി ഇവിടെയാണ്. ഇന്ന് പിന്നെ വലിയ വെയിലില്ലായിരുന്നു. പക്ഷെ എനിക്കാണ് അപ്പടി തലവേദന എടുക്കുന്നത്. ഇപ്പം എല്ലാം ഓരോന്നോരോന്നോരോന്നായിട്ട് പോകുന്നു. പോകണം നമുക്ക് ഉപ്പിടാൻ വേണമെങ്കിൽ.
ഇത് കണ്ടോ, ഈയലാണേ. ഈയൊരു സന്ധ്യ ആകുമ്പോഴത്തേക്കും എന്നിട്ട് ഞാനെന്ത് ഏരിയയിലെ ലൈറ്റൊക്കെ ഇട്ട് വെക്കും, സിറ്റൗട്ടിലേക്ക് എടുത്തിട്ട് എന്നിട്ട് സിറ്റൗട്ടിൽ നിന്ന് അടച്ച് ഈയലിൻ്റെ ഇല ഉണ്ടോ. ഇത് നമ്മളുണ്ടല്ലോ അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ വേണ്ട വിളക്കത്തിന് മുമ്പ് മിറ്റവും കൂടെ ഒന്ന് തൂക്കട്ടെ. ഞാനുണ്ടല്ലോ ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു പൂച്ച വന്നിരിക്കുന്നത് ആരുടെ ഞാൻ അറിയത്തില്ല കേട്ടോ. എത്ര എണ്ണമാണെന്നറിയോ. ഞാൻ വന്നപ്പോൾ ഉണ്ടല്ലോ കൊക്കിരുന്നു മീനെ മൊത്തം തിന്നുന്നു. പിന്നെ ഞാനിതൊക്കെ മൂടി വെച്ചിട്ട് പോയത് ഉണ്ടോയെന്ന് അറിയത്തില്ല. അയ്യോ നമ്മുടെ മീനെ തിന്നെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ ഒന്നിനെ പോലും കാണുന്നില്ല. തമ്പുരാനെ മൊത്തം കൊത്തി തിന്നിട്ട് പോയെന്ന് തോന്നുന്നു. ശോ, നല്ല സുന്ദരിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചുവന്നത് വാലുള്ളതൊക്കെ. ഒന്നിനെ പോലും കാണുന്നില്ല കേട്ടോ. ദൈവമേ, നമ്മൾ ചെത്തിയിട്ട് എന്നാ നാളായി പടാന്ന കടകളിലത്തേക്കൊന്ന് ഇനിയിപ്പോൾ തൊഴിലുറപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ ഒന്ന് ഒരുക്കണം. കണ്ടോ കണ്ടോ ചതുരപ്പയറൊക്കെ ഇപ്പോൾ എന്നെ കണ്ടി എപ്പോഴും നിറച്ചുണ്ടാകും കേട്ടോ. അപ്പം ഉള്ളത് പറിച്ച് വെക്കാൻ നാളെ. അപ്പോൾ ചെടിക്കൂടി ഇച്ചിരി വെള്ളം കൊടുത്തേക്കാൻ നോർത്തു കേട്ടോ. നമ്മുടെ മീനെ എല്ലാം കൊക്ക് പിടിച്ച് തിന്ന് തീർത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നില്ല ഒന്നിനെ പോലും. ഞാനപ്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തേക്കാൻ ഓർത്തു. അപ്പോൾ സതീശൻ ചേട്ടൻ ഉപ്പ് കറക്കി വന്നു, അനീഷ് പണി കഴിഞ്ഞ് വന്നേക്കുന്നു. അവർ വണ്ടി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ. ഡാലിയയിലൊക്കെ പൂ കഴിയാറായി, എന്നാലും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തേക്കാം. ഇപ്പം 4-5 ദിവസമായി കേട്ടോ മഴ പെയ്തിട്ട്. ഇതിനൊക്കെ ഈ ചട്ടിക്കകത്ത് വെക്കുന്നതിനേ അന്നൊന്നും ഒഴിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമാണ്, വാടി വയ്ക്കും. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കേട്ടോ. മൊത്തം എല്ലാത്തിനും ഒന്ന് ഒഴിച്ച് റെഡിയാക്കി. എല്ലാം ഒരുമാതിരി വാടി കേട്ടോ ഒറ്റ ദിവസം കൊണ്ട്. ഇന്ന് മൊത്തം ഫുൾ നല്ല വെയിലായിരുന്നു തോന്നി. ഇവിടെ പണിതോടത്തെ വെയിലില്ലായിരുന്നു, മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു കേട്ടോ. മേഘമൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നത് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇനി പോയി വിളക്ക് കത്തിക്കട്ടെ. അപ്പോൾ ഇന്ന് ഒരു ദിവസത്തെ തിരക്കുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇന്ന് ഭയങ്കര തലവേദനയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. വീട്ടിലിരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയാസമയങ്ങളിൽ വെള്ളവും ഫുഡും ഒക്കെ കഴിക്കും. ഫംഗ്ഷനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഇടയ്ക്കൊക്കെ കഴിക്കും. ഞാൻ ചോറ് കഴിപ്പങ്ങ് നിർത്തി കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും ഇടയ്ക്ക് 2 പഴമോ അല്ലെങ്കിൽ ഒരു ഓറഞ്ചോ അല്ലെങ്കിൽ തന്നെ 2 നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അന്നേരം എനിക്ക് വിശക്കത്തും ഇല്ല, ഒന്നുമില്ല. ഇന്ന് മനസ്സ് മൊത്തം തളർന്നും കൂടെ ഇരുന്നുകൊണ്ട് രാവിലെ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നിയില്ല. ചേട്ടയാണ് 5-6 പിസ്തയൊക്കെ എടുത്തിട്ട് വെച്ച് ഇത് തിന്നടി എന്നൊക്കെ പറഞ്ഞതാണ്. രാവിലെ ചേട്ടായി പോകുന്നതിന് മുമ്പ് ചിലപ്പോൾ 2-3 നട്ട്സോ പിസ്തയൊക്കെ ചിലപ്പോൾ തിന്നും ചില ദിവസങ്ങളിൽ. അപ്പോൾ ഇന്ന് ചേട്ടായി നിന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ട് 2 തിന്നടി. എന്നാൽ എനിക്കൊന്നും തിന്നാനായിട്ടൊന്നും തോന്നിയില്ല. ഒയ്യോ, പക്ഷേ ഞാൻ പെട്ടുപോയി കേട്ടോ. വൈകുന്നേരം വരെ ഉച്ചയ്ക്ക് കയറിച്ച് പോയപ്പോഴൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴത്തേനും ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു നീറ്റലും വേദനയൊക്കെ, എന്തൊരു നീറ്റലും വേദനയാണെങ്കിലും വന്നാലും നമ്മളത് കൺട്രോൾ ചെയ്ത് പിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരം കൂടെ ഇതായി പോകും എന്നുള്ളത് ഇന്ന് എനിക്കത് മനസ്സിലായി ശരിക്കും. വെള്ളം കുടിക്കാതിഞ്ഞിട്ടാണോ എന്നെ മാത്രം ഭയങ്കര തലവേദന വെച്ചാൽ തലവേദന. ഞാൻ എന്നിട്ട് വൈകിട്ടാണെങ്കിലും വേണ്ടിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ എണ്ണയെല്ലാം വരുത്തിച്ചിട്ട് തലയൊക്കെ ഇപ്പോൾ കഴിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഈ തൊഴിലുറപ്പ് വലിയ ദിവസം കാണത്തില്ല, 5-8 ദിവസം കാണത്തുള്ളൂ. നിർബന്ധവും ഇല്ല ചെല്ലണമെന്ന്. ഈ പ്രാവശ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് കളയുന്നൊന്നും ഇല്ല. എന്നാന്ന് വെച്ചാൽ കാലിനൊക്കെ വയ്യാത്തതുകൊണ്ടേ. ഇന്നാണെ തൊഴിലുറപ്പിന് എന്നിട്ട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ സൂസമ്മ ചേച്ചി അറിഞ്ഞാലും ഇല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ബാക്കിയുള്ള ഒക്കെ ആണെങ്കിലും ഞാൻ ഈ സമയം ഇങ്ങനെ ചലിച്ചുകൊണ്ട് നിൽക്കുക, എന്തെങ്കിലും സംസാരിച്ചോളൂ. അപ്പോൾ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ മടുപ്പും മാറും, പിന്നെ ചിരി അങ്ങനെ ഒരു ഇതാവുമല്ലോ. ഇന്ന് ഞാൻ അങ്ങനെ വലിയ സൈലൻ്റ് എന്ന് വെച്ചാൽ എനിക്കൊന്നും എൻ്റെ ചിന്ത മൊത്തം എൻ്റെ മൈൻഡ് മൊത്തം വേറെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാണ്ടിരുന്നപ്പോഴത്തേനും എല്ലാവരും ചോദിക്കും ഇന്ന് എന്നാ പറ്റി, ഇന്നലെ വന്നുമില്ല, ഇന്ന് വന്നിട്ടാണെങ്കിൽ മിണ്ടുന്നുമില്ല, നാത്തിന് വേനയാണ്, എന്നാ മിണ്ടാതെ നിൽക്കുന്നത്, അങ്ങനെ ഇങ്ങനെയാന്ന് കേട്ടോ. അപ്പം ദൈവമേ, അതുകൊണ്ടെല്ലാം കൂടെ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇരിക്കുന്ന ഇരിപ്പി ഓരോ കോമഡിയൊക്കെ എല്ലാ ചേട്ടന്മാരും പറയും. തങ്കച്ചൻ ചേട്ടൻ പറഞ്ഞു അയ്യോ സിന്ധുവിൻ്റെ എന്നാൽ ഉള്ള ഗ്ലാമർ മൊത്തം പോയി, സുനിയാണെങ്കിൽ അവൻ ആറ്റുനോറ്റ് ഗ്ലാമർ ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ഗ്ലാമർ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. വെയിലല്ലേ അപ്പോഴത്തേക്കും ഗ്ലാമർ പോയി, അങ്ങനെ ഇങ്ങനെ അത് നോക്കി. ഞങ്ങളൊക്കെ പണി ചെയ്ത് ഞങ്ങളുടെയൊക്കെ ശരീരം കറുത്തൊക്കെ ആയിരിക്കുന്ന പാടും ഒക്കെ ഉണ്ടെന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ ഈ കൈയുടെ പാട് കാണിച്ചു കൊടുത്തു കേട്ടോ. ഇതുണ്ടോ, നിങ്ങളെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിട്ട് 3 എണ്ണം
ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടായിരുന്നു, അതിൽ വലിയധികം പാട് വന്നില്ല, 3 അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും പണിയൊക്കെ ചെയ്യുന്നു കേട്ടോ എന്ന് നോക്കും. എൻ്റെ കയ്യിലെ പാടൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അപ്പോൾ എന്തായാലും വലിയ കാര്യമായിട്ടുള്ള വീഡിയോ ഒന്നും അല്ല. നമുക്ക് ഭയങ്കരമായിട്ട് വ്യൂസും ഒക്കെ കുറയുന്നുമുണ്ട്. വ്യൂസൊക്കെ കുറഞ്ഞാൽ എൻ്റെ സംഘം ഞാൻ കാണിച്ചു തന്നില്ലേ, അതേപോലെ തന്നെ അടുത്ത സംഘത്തിൽ ലോണും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. 2 സംഘത്തിലൂടെ അടയ്ക്കണമെങ്കിൽ തന്നെ വേണം എനിക്ക് 10,000 രൂപ മാസം. വേറെ ഒന്നും കേബിളും ഇത് പിന്നെ ഫോണും അങ്ങനെയൊക്കെ വൈഫൈ ഒക്കെ അല്ലാണ്ട് 10,000 രൂപ വേണം. അപ്പോൾ ഈ എന്നാ പറയുന്നത് ഇത് നല്ല രീതിയിലൊക്കെ അത്യാവശ്യം കയറി വന്നില്ലെങ്കിൽ നമ്മൾ ആകെപ്പാടെ കറങ്ങും. പിന്നെ ദൈവം കയറി തമ്പുരാൻ നില തരും, അതെനിക്കൊരു കുറച്ച് വിശ്വാസമുണ്ട്. കാരണം ഇതുവരെ നമ്മളെ ദൈവം ഒരു രീതിയിലും താഴെ ഇട്ടിട്ടില്ല. തമ്പുരാൻ ഓരോ ദിവസവും നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്ത് തരുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അപ്പോൾ ദൈവം നടത്തിക്കോളൂ എന്നുള്ളൊരു വിശ്വാസത്തോടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവരോടും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. ആ മോക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ എന്താ പറയുന്നത്, ആ കുഞ്ഞിനെ അവർക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കരുതാം, അല്ല തന്നെ ചെയ്യാനാ. ദൈവത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ കാണുമായിരിക്കും. ഇന്ന് വേറെ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ട്, മോളെ ആ മോക്കും കൊച്ചിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ, മെസ്സേജ് ഇട്ടേക്കുമായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞു പോയി ചേച്ചി എന്ന് മാത്രം ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു. അപ്പം എന്നോട് പറയായിരുന്നു എൻ്റെ മോനെ കഴിഞ്ഞ് അവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് കണ്ട. അപ്പം നമ്മൾ അന്യനാട്ടിലാണെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു, എനിക്ക് ആദ്യം അതായിരുന്നു കേട്ടോ. പക്ഷേ അല്ല, കേരളത്തിനകത്താണേലും എന്തോ ആണോ ഓരോരുത്തർക്ക് നടക്കാൻ ദൈവം വെച്ചേക്കുന്നത്. നമ്മളെ ഇങ്ങോട്ട് വിടുമ്പോഴേ തന്നെ ദൈവം നമ്മുടെ തലയിൽ ഓരോ വര വരച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നടക്കത്തുള്ളൂ. ഈയിടെ ആ ചേച്ചിയുടെ പരിചയത്തിലുള്ള ഒരു കൊച്ചിനെ പെൺകുട്ടി ഇതേകണക്ക് പ്രസവത്തിന് പോയി, ഒരു കുഴപ്പമില്ലാണ്ട് ഡേറ്റുമായി എല്ലാമായി, ഡെലിവറി ടേബിളെ കയറ്റി കിടത്തിയപ്പോൾ മുതൽ കൊച്ച് അനങ്ങിയിട്ടില്ലെന്ന്. അത് കഴിഞ്ഞ് പിന്നെ അനക്കമില്ല, കുറേ സമയമൊക്കെ നോക്കിയിട്ട് അനക്കമില്ലാതായപ്പോഴത്തേനും കുഞ്ഞു വയറിനകത്ത് തന്നെ മരിച്ചു കിടന്നു. അങ്ങനെ അപ്പോൾ എൻ്റെ മോനെ ഇപ്പോൾ എന്നാ നടത്തില്ല ഈ ഫുഡിൻ്റെയും കാര്യങ്ങളുടെയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടി വെച്ചെന്ന് ഇപ്പോൾ എന്നോട് പറയായിരുന്നു. അയ്യോ അതൊക്കെ കേൾക്കുമ്പോൾ എന്നാ പറഞ്ഞാലും കേൾക്കുമ്പോഴത്തേനും നമുക്കൊരു വിഷമം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ തന്നില്ലെന്നേ ഉള്ളൂ. തന്നില്ലേ തരണ്ട, പക്ഷെ തന്നിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. എന്നാ ചെയ്യാനാ, നമുക്കൊന്നും ഒരു കാര്യവും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പം നമ്മളെ കൊണ്ടൊന്നും ഈ വക ഇതൊന്നും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. തമ്പുരാൻ്റെ തീരുമാനം എന്നാണോ അതേപോണക്കൊക്കെ നടക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ദൈവത്തിൻ്റെ തിരുഹിതം പോണക്ക് നടക്കട്ടെ, അത്രയും ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും കൂടുതൽ കമൻറ്റും ബെൽ ബട്ടണും കൂടെ ഒന്ന് ചെയ്തു തരാം കേട്ടോ. ഇന്നത്തെ ഒരു ഉഷാറായ ഒരു വീഡിയോ അല്ല, പിന്നെ ഞാൻ എന്തൊക്കെയൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചു. കാര്യം സാധാരണ എല്ലാ വീഡിയോ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഉഷാറായിട്ട് ചിരിച്ച് സന്തോഷിച്ചായിരിക്കും എല്ലാം എടുക്കുന്നത്. പക്ഷേ ഇന്ന് മനസ്സിൻ്റെ ഒരു താളം തെറ്റിയ ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. സോറി, നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.